അപ്പോൾ കോളേജുകളിലെ തിരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്ക് തന്നെയാണ്. അങ്ങനെ പൂക്കി വോട്ടുമായി ന്യൂസ് മലയാളം ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. കുട്ടി വോട്ടർമാരുടെ തിരഞ്ഞെടുപ്പ് കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? കാണാം. എറണാകുളം മഹാരാജാസ് കോളേജിലാണ് ഇന്ന് പൂക്കി വോട്ട് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടികളോട് തന്നെ നമുക്ക് ഇലക്ഷൻ വിശേഷങ്ങൾ ചോദിച്ചറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ വരുവാണല്ലോ, അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ പ്രാവശ്യമെങ്കിലും നമ്മുടെ ഗ്രാമീണ ഭാഗത്തേക്കൊക്കെ നല്ലൊരു പുരോഗമനം വരണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഇലക്ഷൻ വന്നുകൊണ്ട് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ തന്നെ നല്ലതാണ്. കുറേ ഇനിയും വരാനുണ്ട്, കുറേ വികസനങ്ങൾ നമ്മുടെ നാടിൻ്റെ ഇതിനു വേണ്ടി തന്നെയാണ്. ഇനി പുതിയ ആൾക്കാർ വരിക, അവർക്ക് ചാൻസ് കൊടുക്കുക. കുറെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും ചെയ്യണേ, പക്ഷേ ഉണ്ടാവില്ല ഒന്നും. ഇലക്ഷൻ ടൈം ആകുമ്പോൾ കുറെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു വരും, അത് മാത്രമേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. കാലം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ വികസനത്തിന്റെ ആവശ്യകതയും അത്രത്തോളം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അവിടെയും ഈ പറയുന്ന സാങ്കേതിക വിദ്യത്തോളം വളർന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ യൂത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ടെക്നോളജിക്കൽ നോളജുള്ള ആളുകളൊക്കെ ഈ ബ്യൂറോക്രസിയിൽ മാത്രം സൈഡായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നു നിലവിലെ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും മറ്റ് കോൺട്രവേഴ്സികൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു പരിധി വരെ ഇതായിരിക്കും, യുവാക്കളുടെ പ്രാതിനിധ്യം കുറവായതും. അത് കാരണം നിലവിൽ ഈ സോഷ്യൽ മീഡിയ ആകട്ടെ മറ്റ് മേഖലകളാകട്ടെ അവിടെയൊക്കെ കൂടുതൽ കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്നതും അവിടെ കണ്ടന്റുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതും ഈ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അത് കൂടുതലും യുവാക്കളാണ്. അവർ മത്സരരംഗത്തേക്ക് എത്തുകയും അവർക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അതുപോലെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിയൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ കേരളത്തിൽ എവിടെ എടുത്തു നോക്കിയാലും വലിയൊരളവ് വരെ യുവാക്കളിൽ നിന്നാണ്. അതിൽ തന്നെ വലിയൊരളവ് സ്ത്രീ പ്രാതിനിധ്യം, ഒരുപാട് സ്ത്രീകളെ മുന്നേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതുപോലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരികയാണ്. അത് നാളത്തേക്കുള്ള നേതൃത്വത്തെ നമ്മളിങ്ങനെ റെഡിയാക്കി പടച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് അവിടെ മാറുകയാണ്. അത് കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. എല്ലാ മനുഷ്യർക്കും വികസനം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ്. മെട്രോയും റോഡും മാത്രം വരുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്കും വികസനം വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. സന്തോഷത്തോടെ തന്നെയാണ് വോട്ട് ചെയ്യണത്. ഇനി നമ്മളുടെ നാടിന് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടും നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടട്ടെ എന്നും കൊണ്ടിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യണത്. വോട്ട് ചെയ്യാൻ മടിച്ചിരിക്കണവരോട് പറയാൻ വോട്ട് ചെയ്യണം, അത് നമ്മളൊരു അവകാശമുള്ള, നമുക്ക് പ്രയോജനമുള്ള ആളിനെ ജയിപ്പിക്കുക. വികസനം വേണം. പിന്നെ ഈ ലഹരിക്കെതിരെ ഒരു ഇത് വേണം, കൂടി തന്നെയാണ് ലഹരിയൊക്കെ. അപ്പം അതൊക്കെ നിർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. സ്ഥാനാർത്ഥികൾ യുവാക്കളിൽ നിന്ന് വരുന്നൊരു ട്രെൻഡ് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നൊരു സാഹചര്യം കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് വലിയ പ്രതീക്ഷ തരുന്നൊരു കാര്യമാണ്. കാരണം കൂടുതൽ ഈ പറയുന്ന വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അതിൻ്റെ ലീഡർഷിപ്പായിട്ട് അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്ന ആളുകളായിട്ട് വരുമ്പോൾ, അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ അത് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മൾ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അതിൽ നിന്നും മാറി നിൽക്കേണ്ടുന്ന ഒരു കാര്യമില്ല എന്നുള്ള അഭിപ്രായമുള്ള ആളാണ്.